അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി, ആറന്മുള വള്ളംകളി, ചമ്പക്കുളം, അതുപോലെ തന്നെ പായിപ്പാട് വള്ളംകളി, ശ്രീ നാരായണ ജയന്തി വള്ളംകളി, താഴ്ത്തങ്ങാടി വള്ളംകളി, പിന്നെ വിഷുവിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ഉത്സവങ്ങളും ആഘോഷങ്ങളുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഭീമാപ്പള്ളി ഉറൂസ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ജുമാ മസ്ജിദ്. എന്താണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഉറൂസ് നടക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ജനുവരി മാസത്തിലാണ് ഈ പറഞ്ഞ ഉറൂസ് നടക്കുന്നത്. നെക്സ്റ്റ്, ഭീമാ ബീവി അന്ത്യയാത്രയായതിൻ്റെ വാർഷികമാണ് ഭീമാപള്ളിയിലെ ഉറൂസ് എന്ന മഹോത്സവമായി കൊണ്ടാടുന്നത്. എന്താണ് ഭീമാ ബീവി അന്ത്യയാത്രയായതിൻ്റെ വാർഷികമാണ് ഈ ഭീമാപള്ളിയിലെ ഉറൂസ് എന്ന മഹോത്സവമായി കൊണ്ടാടുന്നത് എന്നൊരു ഫാക്റ്റ് അവിടെ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ദനക്കുടം ഉത്സവം ജാതിമത ചിന്തകൾ കൂടാതെയുള്ള വലിയൊരു ജനാവലിയെ അവിടേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ദനക്കുടം ഉത്സവം ജാതിമത ചിന്തകൾ കൂടാതെയുള്ള വലിയൊരു ജനാവലിയെ അവിടേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളി ഉറൂസിനെ പറ്റി ഇപ്പോൾ പറഞ്ഞ ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി ജുമാ മസ്ജിദ്. അടുത്ത ഒരു ഫാക്റ്റ്, എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഉറൂസ് നടക്കുന്നത്. ഭീമാ ബീവി അന്ത്യയാത്രയായതിൻ്റെ വാർഷികത്തോടെയാണ്, അല്ലെങ്കിൽ വാർഷികത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഭീമാപള്ളിയിലെ ഉറൂസ് എന്ന മഹോത്സവമായി കൊണ്ടാടുന്നത്. നെക്സ്റ്റ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ദനക്കുടം ഉത്സവം ജാതിമത ചിന്തകൾ കൂടാതെയുള്ള വലിയൊരു ജനാവലിയെ അവിടേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ അത്രയുമാണ് ഭീമാപ്പള്ളി ഉറൂസ് എന്നൊരു ആഘോഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഫാക്റ്റുകൾ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് കാഞ്ഞിരിമറ്റം കൊടികുത്ത്. അതിലാദ്യത്തെ ഫാക്റ്റ്, സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം എറണാകുളം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി കൊടികൂത്ത് ഉത്സവത്തിൻ്റെ പേരിലാണ് പ്രസിദ്ധം. അപ്പോൾ സൂഫി സന്യാസി ആയിരുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം എറണാകുളം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി കൊടികൂത്ത് ഉത്സവത്തിൻ്റെ പേരിലാണ് പ്രസിദ്ധം. അടുത്ത ഫാക്റ്റ്, ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള പ്രധാന ചടങ്ങിൽ തീർത്ഥാടകർ ചന്ദനം ചാർത്തിയ കുടങ്ങളുമായി ഘോഷയാത്രയോടൊപ്പം നടന്നു നീങ്ങുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കാഞ്ഞിരമറ്റം കൊടികുത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പറഞ്ഞ 2 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സൂഫി സന്യാസിയായിരുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ സ്മരണാർത്ഥം എറണാകുളം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി കൊടികൂത്ത് ഉത്സവത്തിൻ്റെ പേരിലാണ് പ്രസിദ്ധം. അതുപോലെ തന്നെ ചന്ദനക്കുടം വഹിച്ചുകൊണ്ടുള്ള പ്രധാന ചടങ്ങിൽ തീർത്ഥാടകർ ചന്ദനം ചാർത്തിയ കുടങ്ങളുമായി ഘോഷയാത്രയോടൊപ്പം നടന്നു നീങ്ങുന്നു. അപ്പോൾ അത്രയുമാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അതിനടുത്തൊരു ടോപ്പിക്ക് അപ്പ വാണിഭം നേർച്ച. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദിലാണ് അപ്പ വാണിഭം നേർച്ച നടക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദിലാണ് അപ്പ വാണിഭം നേർച്ച നടക്കുന്നത്. നെക്സ്റ്റ്, വിളവു ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയായിട്ട് പള്ളിക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിളവ് കിട്ടിയ ഫലങ്ങൾ, അതായത് വിളവെടുപ്പ് സമയത്ത് കിട്ടിയ ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയ്ക്കായി പള്ളിക്ക് സമർപ്പിക്കുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ വാണിഭം നേർച്ച കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദിലാണ് അപ്പോൾ വാണിഭം നേർച്ച നടക്കുന്നത്. അപ്പോൾ വിളവ് ഫലങ്ങളും പുതുവസ്ത്രങ്ങളും ഭക്തർ നേർച്ചയ്ക്കായി ഈ പള്ളിയിലേക്ക് സമർപ്പിക്കുന്നു. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് പട്ടാമ്പി നേർച്ച. പട്ടാമ്പി പള്ളിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് പട്ടാമ്പി നേർച്ച.
അപ്പോൾ പട്ടാമ്പി പള്ളിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വർണ്ണശബളവും ശബ്ദമുഖരിതവുമായ ഈ ഉത്സവം മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്നതാണ്. അപ്പോൾ എന്താണ്? വർണ്ണശബളവും ശബ്ദമുഖരിതവുമായ ഈ ഒരു ഉത്സവം മലബാറിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് നടത്തപ്പെടുന്നത് എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത്, പഞ്ചവാദ്യം, തായമ്പക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, വിവിധ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഉണ്ടാകും. അപ്പോൾ ഈ പട്ടാമ്പി നേർച്ചയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പഞ്ചവാദ്യങ്ങൾ, തായമ്പക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, പിന്നെ വിവിധ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പട്ടാമ്പി നേർച്ചയെ പറ്റി പഠിച്ച ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ പട്ടാമ്പി പള്ളിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് പട്ടാമ്പി നേർച്ച. അതുപോലെ തന്നെ വർണ്ണശബളവും ശബ്ദമുഖരിതവുമായ ഈ ഉത്സവം മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണാർത്ഥമായി നടത്തപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചവാദ്യം, തായമ്പക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും ഈ ഒരു പട്ടാമ്പി നേർച്ചയെ പ്രസിദ്ധമാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കൽപ്പാത്തി രഥോത്സവമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ്, പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൽപ്പാത്തി രഥോത്സവമാണ്. അടുത്ത ഫാക്റ്റ്, തികച്ചും കലാപരമായി നിർമ്മിച്ച അതിമനോഹരമായി അലങ്കരിച്ച തേരുകൾ ആണ് കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രധാനപ്പെട്ട ആകർഷണം. അപ്പോൾ തികച്ചും കലാപരമായി നിർമ്മിച്ച അതിമനോഹരമായി അലങ്കരിച്ച തേരുകൾ ആണ് കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഉത്സവത്തിൻ്റെ 1-ാം ദിവസം ഒരു തേര്, 2-ാം ദിവസം 2 തേര്, ആ ഫാക്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഉത്സവത്തിൻ്റെ 1-ാം ദിവസം ഒരു തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. അപ്പോൾ ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പാലക്കാട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൽപ്പാത്തി രഥോത്സവമാണ്. നെക്സ്റ്റ്, തികച്ചും കലാപരമായി നിർമ്മിച്ച അതിമനോഹരമായ തേരുകൾ ആണ് കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ 1-ാം ദിവസം ഒരു തേരും, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷ പരിപാടികൾ നീങ്ങുന്നത്. അപ്പോൾ അത്രയുമാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് വൈക്കത്തഷ്ടമി. അപ്പോൾ അതിലാദ്യത്തെ ഫാക്റ്റ്, കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന ഉത്സവമാണ് ഈ വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്. എന്താണ്? കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന ഒരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്സവ സമാപനം അഷ്ടമി ദിനത്തിലായതിനാലാണ് ഇതിന് വൈക്കത്തഷ്ടമി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ഉത്സവത്തിന് ഈ ഒരു പേര് ലഭിക്കാനുള്ള കാരണം ഉത്സവ സമാപനം അഷ്ടമി ദിനത്തിലായതിനാലാണ് ഈ ഒരു ആഘോഷത്തിന് വൈക്കത്തഷ്ടമി എന്ന പേര് ലഭിച്ചത്. നെക്സ്റ്റ്, 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ വൈക്കത്തഷ്ടമി എന്നൊരു ഉത്സവം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് PC ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഇത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അടുത്തത്, അഷ്ടമി നാളിൽ വൈക്കത്തപ്പൻ്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. അപ്പോൾ ഈ അഷ്ടമി നാളിൽ വൈക്കത്തപ്പൻ്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വൈക്കത്തഷ്ടമി എന്നൊരു ഉത്സവവുമായി ബന്ധപ്പെട്ട് പഠിച്ച ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന ഒരു ഉത്സവമാണിത്. അതുപോലെ തന്നെ ഉത്സവ സമാപനം അഷ്ടമി ദിനത്തിലായതുകൊണ്ടാണ് ഈ ഒരു ഉത്സവത്തിന് വൈക്കത്തഷ്ടമി എന്നൊരു പേര് ലഭിച്ചത്. പിന്നീട് പറഞ്ഞതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 ദിവസമാണ്. അതായത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. അടുത്തത്,
അഷ്ടമി നാളിൽ വൈക്കത്തപ്പൻ്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് നടക്കും. അപ്പോൾ അത്രയുമാണ് അവിടെ പറയാനുള്ള ഫാക്റ്റുകൾ. ഇനി അടുത്തൊരു ഉത്സവമാണ് ഓച്ചിറക്കളി. ഓച്ചിറക്കളി കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് ഓച്ചിറ എന്ന് പറയുന്നത്. എന്നാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് ഓച്ചിറ. അതുപോലെ തന്നെ ഓച്ചിറ കളി ഒരു ഉത്സവത്തെക്കാൾ ഉപരി ആയോധന കലാപ്രകടനമായി കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഓച്ചിറക്കളി ഒരു ഉത്സവം എന്നതിലുപരി ആയോധന കലകളുടെ ഒരു എന്താ പറയുക കലാപ്രകടനമായി കണക്കാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, എല്ലാ വർഷവും മിഥുനമാസം 1-2 തീയതികളിലാണ് ഓച്ചിറ കളി നടക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും മിഥുനമാസം 1-2 തീയതികളാണ് അല്ലെങ്കിൽ തീയതികളിലാണ് ഓച്ചിറ കളി നടക്കുന്നതെന്ന് ഫാക്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, പൂർണ്ണമായിട്ടും പുരുഷന്മാർ മാത്രം പങ്കാളികളാകുന്ന ആഘോഷമാണിത്. അപ്പോൾ പൂർണ്ണമായിട്ടും പുരുഷന്മാർ മാത്രം പങ്കാളികളാകുന്ന ഒരു ആഘോഷമാണ് ഓച്ചിറക്കളി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളാരും തന്നെ ഓച്ചിറക്കളിയിൽ പങ്കെടുക്കാറില്ല. അടുത്തത്, എല്ലാ വർഷവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് എന്താ പറയുക 12 വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു ഫാക്റ്റാണ് 12 വിളക്ക്. അതായത് എല്ലാ വർഷവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് 12 വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള ഓച്ചിറക്കളി എന്നൊരു ആഘോഷത്തിൻ്റെ ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് ഓച്ചിറ. അതുപോലെ തന്നെ ഓച്ചിറ കളി ഒരു ഉത്സവത്തേക്കാളുപരി ആയോധന കലകളുടെ ഒരു പ്രകടനമായി കണക്കാക്കാം. പിന്നീട് പറഞ്ഞ ഫാക്റ്റ്, എല്ലാ വർഷവും മിഥുനമാസം 1-2 തീയതികളിലായിട്ടാണ് ഓച്ചിറ കളി നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓച്ചിറക്കളി എന്നൊരു ഉത്സവത്തിൽ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. സ്ത്രീകളാരും തന്നെ ഇതിൽ പങ്കെടുക്കാറില്ല. പിന്നീട് പറഞ്ഞ ഫാക്റ്റാണ് 12 വിളക്ക്. അതായത് എല്ലാ വർഷവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ പേരാണ് 12 വിളക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്ക് മലനട കെട്ടുകാഴ്ച. മലനട കെട്ടുകാഴ്ച കൊല്ലം ജില്ലയിലെ മലനട പോരുവഴി അമ്പലത്തിൽ എല്ലാ വർഷവും മാർച്ച് മാസം അരങ്ങേറുന്ന 8 ദിവസത്തെ ആഘോഷമാണിത്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ മലനട പോരുവഴി അമ്പലത്തിൽ എല്ലാ വർഷവും മാർച്ച് മാസം അരങ്ങേറുന്ന 8 ദിവസത്തെ ഒരു ആഘോഷമാണിത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പ്രതിനായക കഥാപാത്രമായിട്ടുള്ള ദുര്യോധനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. മഹാഭാരതത്തിലെ പ്രതിനായകന് കഥാപാത്രമായിട്ടുള്ള ദുര്യോധൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, ഒരു കഥാപാത്രമാണ് നമ്മുടെ മലനട കെട്ടുകാഴ്ചയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിലെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ഫാക്റ്റുകൾ. അപ്പം മലനട കെട്ടുകാഴ്ച എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ മലനട പോരുവഴി അമ്പലത്തിൽ എല്ലാ വർഷവും മാർച്ച് മാസം അരങ്ങേറുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ മലനട കെട്ടുകാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പ്രതിനായക കഥാപാത്രമായിട്ടുള്ള ദുര്യോധനാണ് ഈ ഒരു അമ്പലത്തിൽ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഉത്സവമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കൊറ്റൻകുളങ്ങര ചമയവിളക്ക്. തികച്ചും വ്യത്യസ്തമായൊരു ഉത്സവമാണ് കൊല്ലം ജില്ലയിലെ കൊറ്റൻകുളങ്ങര ചമയവിളക്ക് എന്ന് പറയുന്നത്. പുരുഷന്മാർ ഉത്സവരാത്രിയിൽ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സമ്പ്രദായിക രീതിയിലുള്ള വിളക്കുകളുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ കൊറ്റൻകുളങ്ങര ചമയവിളക്ക് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്സവമാണ്. ഇത് നടക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലാണെന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ PSC ചോദിക്കുകയാണ് കൊറ്റൻകുളങ്ങര ചമയവിളക്ക് നടക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ ഈസിയാണ്. ഈ കൊറ്റൻകുളങ്ങര എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് ആ ജില്ലയുടെ പേര്. കൊറ്റൻ എന്ന രീതിയിൽ കൊല്ലം എന്നൊരു മീനിങ്ങിൽ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുളങ്ങര ചമയവിളക്ക് നടക്കുന്ന ജില്ല അതിൽ നീണ്ടി പറഞ്ഞ പോലെ കൊല്ലം. പിന്നീട് പറഞ്ഞ ഫാക്റ്റ്, പുരുഷന്മാർ ഉത്സവരാത്രിയിൽ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സമ്പ്രദായിക രീതിയിലുള്ള വിളക്കുകളുമായിട്ട് വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുളങ്ങര ചമയവിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളാണ്.
അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫാക്റ്റ് ആണ് PSC ചോദിക്കുകയെന്ന് അറിയില്ല, എല്ലാം പഠിച്ചിരിക്കണം. പക്ഷേ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ റയറായിട്ട് വരാറുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആകാവുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഭീമാപ്പള്ളി ഉറൂസ്, കാഞ്ഞിരമറ്റം കൊടികൂത്ത്, അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ അപ്പവാണിപം നേർച്ച, പട്ടാമ്പി നേർച്ച, കൽപ്പാത്തി രഥോത്സവം, വൈക്കത്തഷ്ടമി, ഓച്ചിറക്കളി, മലനട കെട്ടുകാഴ്ച, കൊറ്റൻ കുളങ്ങര ചമയവിളക്ക് എന്നീ ഫാക്ടറികളാണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം. അതിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉത്സവങ്ങളെക്കുറിച്ചും ഫംഗ്ഷനുകളെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.